നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാഹിത്യ അക്കാദമി ചെയർമാനും പ്രശസ്ത കവിയും, അദ്ദേഹം ഞങ്ങളൊക്കെ വളരുന്ന സമയത്ത് വിപ്ലവ കവി തന്നെയായിരുന്നു. വളരെ ഇടതുപക്ഷ തീവ്ര ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ടറായിട്ടാണ് ഞങ്ങളൊക്കെ കണ്ടിരുന്നത്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ മനോരമയ്ക്ക് കൊടുത്ത ഒരു ദീർഘ ഇൻ്റർവ്യൂവിൽ അത് കേരളത്തിൽ കുറേ ചർച്ചകൾ ഉണ്ടായിരിക്കുന്നു. ഇടതുപക്ഷത്തെ അദ്ദേഹം വീണ്ടും പറയുന്നത്, ഞാൻ ഇടതുപക്ഷ ഭാവി തന്നെയാണ്, പക്ഷേ സർക്കാരിൽ ഇടതുപക്ഷം കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്നത് ഇടതുപക്ഷത്തിന് തന്നെ ഗുണം ചെയ്യില്ല. ബംഗാളിലെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറയുന്നു. എന്താണ് ശ്രീ മാധവൻകുട്ടി ഇങ്ങനെയുള്ള സീനിയർ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്താനുള്ള കാരണം? ഈ സംശയമില്ല, വളരെ സ്വാഭാവികമാണ്. സഖാവ് സച്ചിദാനന്ദനെ ഞാൻ സഖാവ് എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തെ 1970 മുതൽ അടുത്തറിയുന്ന, ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ജനാധിപത്യ ഇടതുപക്ഷ വക്താവ് എന്നുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സച്ചി. ഞങ്ങൾ സച്ചി എന്നാണ് വിളിക്കുക. കവി, അദ്ദേഹം എത്ര ലോക പ്രശസ്തനായ കവിയായാലും അദ്ദേഹം എന്ത് സ്ഥാനം വഹിക്കൽ, അതിനപ്പുറം വളരെ വൈകാരികമായി രണ്ടുപേരും കൊടുങ്ങല്ലൂർക്കാരാണെന്നുള്ളത് മാത്രമല്ല, വളരെ അടുത്ത് അത് എല്ലാം, അതിന് തീർച്ചയായും നിശ്ചയമായും ഞാൻ അദ്ദേഹത്തെ ജനാധിപത്യ ഇടതുപക്ഷ പരിസരത്തല്ലാതെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതിന് ആരുടെ സാക്ഷ്യവും എനിക്ക് ആവശ്യമില്ല. സച്ചിദാനന്ദൻ അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ബൗദ്ധിക, അദ്ദേഹം ഞാൻ പഠിച്ച കോളേജിലാണ് അദ്ദേഹം അധ്യാപകനായിരുന്നത്, ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട. അന്ന് അധ്യാപകനായ ആ 1970 മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന്റെ മൂല്യ സംഹിതയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടു കൂടെയുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനും ഒരു ഇടതുപക്ഷ ഒരു സായുധ വിപ്ലവത്തിന്റെ സാധ്യതകൾ അന്വേഷിച്ച കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് 1970-കളിൽ. എല്ലാവരെയും പോലെ സച്ചിദാനന്ദൻ അതിനുവേണ്ടി ഒരുപക്ഷെ പലരേക്കാൾ അധികം അതിനുവേണ്ടി റിസ്കുകൾ എടുത്ത ഒരു വ്യക്തിയാണ്. അതെനിക്കറിയാം. കാരണം എനിക്കറിയാം, ഇരിങ്ങാലക്കുട നടുവരമ്പിൽ വെച്ച് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സാർവദേശീയ ഗാനം ആലപിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായപ്പോൾ സഖാക്കൾ വന്നത് എൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തെ ജാമ്യം എടുക്കുന്നതിന് വേണ്ട ഭൂമിയുടെ രേഖകൾ എൻ്റെ അമ്മയാണ് കൊടുത്തത്. അപ്പൊ അത്ര വ്യക്തിപരമായ ബന്ധവും അറിവും എനിക്ക് അദ്ദേഹത്തെ കൊണ്ട്. അദ്ദേഹം ഒരുപക്ഷെ കോൺഗ്രസിന്റെ നിലപാടുകളെ പിന്തുണച്ചിട്ടുണ്ടാവും, അദ്ദേഹം മാവോയിസ്റ്റ് നിലപാടുകളുടെ കൂടെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഒരു വലതുപക്ഷ മുതലാളിത്ത ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് ഒരു നിമിഷം പോലും അദ്ദേഹത്തിന്റെ കവിതയിലോ ജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ അദ്ദേഹം പിന്തുണച്ചിട്ടില്ല. അതിൻ്റെ ഒരു സൗജന്യവും നേടിയിട്ടില്ല. അദ്ദേഹം ഒരു പദവിയും അന്വേഷിച്ചു പോയിട്ടില്ല. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇഷ്ടമല്ലാത്ത ഒരു കാര്യം പറയുന്നു എന്നുള്ളത് കൊണ്ട്, തങ്ങൾ കൊടുത്ത ഒരു സ്ഥാനത്തിരുന്നത് പറയുന്നു എന്നുള്ളത് കൊണ്ട് യഥാർത്ഥ ഇടതുപക്ഷം അദ്ദേഹത്തെ തള്ളിപ്പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ സച്ചിയുടെ ഒട്ടുമിക്ക വിമർശനങ്ങളോട് യോജിക്കുന്നയാളാണ്. CPM, ഈ ഭരണ CPM സർക്കാരിന്റെ, പിണറായിയുടെ രണ്ടാം സർക്കാരിന്റെ നിരവധി നിലപാടുകളോട്. ഉദാഹരണത്തിന് ഏറ്റവും എളുപ്പം ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് നമ്മുടെ ആശാപ്രവർത്തകരുടെ സമരം, അല്ലെ? ആശാപ്രവർത്തകരുടെ സമരം. എനിക്ക് തോന്നിയ അല്ലെങ്കിൽ ശശിക്ക് തോന്നിയ അതേ വികാരമാണ് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഇടതുപക്ഷം കേരളത്തിൽ നിലനിൽക്കണം, ശക്തമായ ഫാസിസ്റ്റ് വിരുദ്ധ ആ ഇടം CPM-ന് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് എന്ന് അറിയുന്ന ഒരു ഇടതുപക്ഷം കേരളത്തിലുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ ഒരു ചുരുക്കം പറയാം,
അത് നമ്മൾ ആശയുടെ കാര്യം പറഞ്ഞു. എന്താ വെള്ളാപ്പള്ളി നടേശനോടുള്ള പ്രീണനത്തിന്റെ അത് പ്രീണനം എന്ന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. സച്ചി ഒരു പക്ഷേ സച്ചി കൂടുതൽ പ്രശസ്തനായതുകൊണ്ട് അദ്ദേഹം അതിനെ എതിർക്കുമ്പോൾ ജനങ്ങൾ ആ സ്വരം കേൾക്കുമായിരിക്കും. പക്ഷെ നമ്മളെല്ലാവരും അതേപോലെയാണ്. അതാണ് ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹിന്ദുത്വ ഭരണത്തിന്റെ ഈ നട്ടുച്ചയ്ക്ക് മോഡി സർക്കാരിന്റെ നട്ടുച്ചയ്ക്ക് അയാളുടെ ഒരു പിണിയാളാണെന്ന് ആർക്കും തിരിച്ചറിയുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരു സമുദായ നേതാവിനെ നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നു? അദ്ദേഹത്തിന് അതിനെതിരെ വാ തുറക്കാൻ മടിക്കുന്നു. ഇത് ചോദിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷമല്ലേ? ഇത് ചോദിക്കുന്നത് കൽപ്പറ്റ നാരായണനും അല്ലെങ്കിൽ കാരാശ്ശേരി മാഷും മാത്രമല്ലല്ലോ. ഇത് ചോദിക്കുന്ന നിരവധി ഇടതുപക്ഷ സുഹൃത്തുക്കൾ എനിക്കറിയാം. അത് വെറും ബുദ്ധിജീവികളല്ല, സാധാരണ വീട്ടമ്മമാർ, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന വീട്ടമ്മമാർ, യുവാക്കൾ. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ഒരു അമർഷം ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുക എന്നുള്ളത് ഒരു സാമാന്യമായ ഒരു തിരിച്ചറിവല്ലേ? അപ്പൊ സച്ചിദാനന്ദൻ പറഞ്ഞു വരുന്നത് ഇടതുപക്ഷത്തിന്റെ അണികളുടെ വികാരം തന്നെ മനസ്സിലാക്കാൻ ഇന്നത്തെ CPM റെപ്രസെന്റ് ചെയ്യുന്ന ഇടതുപക്ഷം കഴിയുന്നില്ല. സംഘടന നേതൃത്വത്തിന് കഴിയുന്നില്ല. തീർച്ചയായിട്ടും നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ തിരുത്തുമായിരുന്നല്ലോ. നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന സ്ത്രീ തൊഴിലാളികളെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ 226 ദിവസം ആശാ തൊഴിലാളി സ്ത്രീകളെ വെയിലത്ത് നിർത്തുമായിരുന്നു. ഈ പ്രമാണിയെ, ഈ സാമുദായിക പ്രമാണിയായ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി പിണറായി കൊണ്ടുപോകുമായിരുന്നു. അദ്ദേഹത്തിനുള്ള അനുമോദന സമ്മേളനങ്ങളിൽ മുഴുവൻ ക്യാബിനറ്റും ഒരുമിച്ച് പങ്കെടുക്കുമായിരുന്നു. ഇത് ലളിതമായ ചോദ്യങ്ങൾ. പക്ഷെ ഞാൻ ഇത് പറയുമ്പോഴും എനിക്ക് സച്ചിദാനന്ദനുമായിട്ട് ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അത് വളരെ അടിസ്ഥാനപരമാണ്. അതായത് ഇതിനുള്ള പരിഹാരം സച്ചി പറയുന്നതല്ല. അത് കഴിഞ്ഞ് ഇതുടനെ മാറി ഒരു UDF സർക്കാർ വന്നു. ആ UDF സർക്കാർ കഴിഞ്ഞ് പിന്നീട് LDF. അതൊരു യാന്ത്രികമായ ഒരു വ്യക്തിനിഷ്ഠമായ ഒരു സാമാന്യ യുക്തിയാണ്. അത് ഏത് പോലീസുകാരനും, നമ്മുടെ മലയാളത്തിൽ പറയുന്നില്ല, ഏത് പോലീസുകാരനും പറയാവുന്ന കാര്യമാണ്. മാറി മാറി വരണം. ഇതിനു പറയാൻ സച്ചിയെ പോലെ ഉയർന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വായനയും അറിവുമുള്ള സച്ചിദാനന്ദൻ അത്ര എളുപ്പം മാർഗം നിർദ്ദേശിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതല്ല പ്രശ്നം. ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ സാർ. അതിന് കാരണം അദ്ദേഹം ഡൽഹിയിലെ ഏകദേശം 10 വർഷത്തിൽ കൂടുതൽ ഇവിടെ താമസിച്ച് സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ദേശീയ പൊളിറ്റിക്സ് കാണുകയും കോൺഗ്രസിന്റെ ഇന്നത്തെ സ്ഥാനം അദ്ദേഹം കുറച്ചുകൂടി മനസ്സിലാക്കി നാട്ടിലുള്ളവരെക്കാളും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടല്ലേ അദ്ദേഹം പറയുന്നത്. അതായത് ബ്രോഡ് സെൻസിൽ ഇപ്പം കോൺഗ്രസ് നിൽക്കുന്നത് ഇടതുപക്ഷ പാളയത്താണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടല്ല. ഞാൻ പലരോടും പറയാറുണ്ട്, ബ്രിട്ടനിലെ ലേബർ പാർട്ടിയെയും അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയെയും പോലെ ഒരു പാർട്ടിയായി കോൺഗ്രസ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചില തത്വങ്ങളിൽ അവർക്ക് ആവുന്ന രീതിയിൽ ഒരു ഇടതുപക്ഷ വീഴ്പ്പും. അത് മാത്രമല്ല, ഈ രാഹുൽ ഗാന്ധി ലാസ്റ്റ് ജർമ്മനിയിൽ പോയത് പ്രോഗ്രസീവ് അലയൻസ്, അവിടെ ഡെമോക്രാറ്റിക് പാർട്ടിയും ലിബറൽസും ജർമ്മനിയിലെ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് അത് ഹോസ്റ്റ് ചെയ്ത്. ആ ഒരു പാളയത്തിലേക്ക് കോൺഗ്രസ് മാറി എന്നുള്ള ഒരു മനസ്സിലാക്കലും ഇതിന്റെ പറയുന്ന ഉണ്ടായിരിക്കാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്, അതുണ്ട്. ഞാൻ അതിന് യോജിക്കുന്ന ആളുമാണ്. താങ്കൾ പറഞ്ഞത് അക്ഷരം പ്രതി യോജിക്കുന്ന ആളാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രപരവും അതിന്റെ രാഷ്ട്രീയവുമായ നിലപാടുകൾ കൂടുതൽ ഇടതുപക്ഷത്തേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഇന്ത്യയിലെ ഇടതുപക്ഷം പോലും തുറന്ന് എതിർക്കാൻ വർത്തിക്കുന്ന കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ അത് എത്രത്തോളം വില പോകുന്നു എന്നുള്ളത് വേറൊരു പ്രശ്നം. അദ്ദേഹം എന്തായാലും നമ്മുടെ ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് ഒരു പക്ഷേ യോജിക്കുന്ന ഒരു തരം
ഒരു ഇടതുപക്ഷ ജനാധിപത്യ ഇടതുപക്ഷ സംസ്കാരം ആണ് അദ്ദേഹം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ കോൺഗ്രസിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇന്ത്യ ബ്ലോക്കിൽ CPIM ഉൾപ്പെട്ടത്. അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിൽ എങ്ങനെയാണ് CPIM ഉണ്ടാവില്ല? അതിന്റെ സൂത്രധാരനായി സീതാറാം യെച്ചൂരി എങ്ങനെയാണ് വരുന്നത്? അപ്പൊ ദേശീയ രാഷ്ട്രീയത്തിലെ ഈ ചലനങ്ങൾ ഇവ മെഗാ ചലനങ്ങളാണ്. കാരണം അവിടെ അപ്പുറത്തൊരു മെഗാ ചലനത്തിന്റെ ഭാഗമായ ഫാസിസം അധികാരത്തിലെത്തിയിരിക്കുന്നു. അതിനെ നേരിടാൻ കൊച്ചു കൊച്ചു പ്രാദേശിക സഖ്യങ്ങൾക്കോ ഗ്രൂപ്പുകൾക്കോ സാധ്യമല്ല. മഹാവിപത്തിനെ മഹാസഖ്യങ്ങൾ കൊണ്ട് മാത്രമേ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഇതിന്റെ ഈ കാഴ്ചപ്പാട് സച്ചിദാനന്ദനെ പോലെ ഇന്ത്യയിലെ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യവാദികൾക്കും ഉണ്ട്. പക്ഷെ സച്ചിദാനന്ദനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ എന്റെ വിമർശനം അതല്ല. ഇത്തരത്തിലുള്ള ഒരു തെറ്റായ വഴിക്ക് പോകുന്ന ഇടതുപക്ഷത്തിനെ തിരുത്താൻ ഇത്തരത്തിലുള്ള ഒരു യാന്ത്രികമായ കസേരമാറ്റം കൊണ്ട് സാധ്യമല്ല. നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ ശക്തിയാണെങ്കിൽ ഇന്ത്യ ബ്ലോക്കിന്റെ രാഷ്ട്രീയം കേരളത്തിൽ അവതരിപ്പിക്കാനുള്ള ചങ്കുറപ്പുണ്ടാവണം. ഇന്ത്യ ബ്ലോക്ക് രാഷ്ട്രീയം എന്തുകൊണ്ട് കേരളത്തിൽ സംഭവിക്കുന്നില്ല? 15%, 16% വോട്ട് കിട്ടുന്ന, ഒരു പക്ഷേ 1 or 2 അസംബ്ലി സീറ്റുകൾ പോലും ജയിക്കാൻ കഴിയുന്ന 2 മന്ത്രിമാരുള്ള മോഡിയുടെ ഷായുടെയും പ്രത്യേക താല്പര്യത്തിൽ കമ്മ്യൂണിസത്തെ നശിപ്പിക്കാൻ വേരോടെ പിഴുതുകളയാനുള്ള യുദ്ധഭൂമിയായി കാണുന്ന കേരളത്തിൽ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിനും ഭരണ ഇടതുപക്ഷത്തിനും പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിനും യോജിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല പൊതുകാര്യങ്ങളിൽ യോജിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള അസ്വസ്ഥത അവിടെയാണ് ഡൽഹിയിൽ നോക്കുമ്പോൾ പലരും ചോദിക്കണം എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. ഡൽഹിയിലെ ഇവിടുത്തെ BJP സർക്കാരിന്റെ താങ്കൾ പറഞ്ഞ പോലെ പല ഫാസിസ്റ്റ് പരിപാടികളിലും കാണുന്നവർ ചോദിക്കുന്നത് എന്താണ് കേരളത്തിൽ ഇത്രയും വലിയ ശത്രുത എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു ചോദ്യത്തിന് ആൻസർ കേരളത്തിലെ രണ്ട് ഗ്രൂപ്പുകളും താങ്കൾ പറഞ്ഞ പോലെ കോൺഗ്രസും CPM-ഉം കണ്ടുപിടിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്. അതെ, സച്ചിദാനന്ദന്റെ ഈ വേവലാതി, അതിന് ഞാൻ ആരോപണം എന്നല്ല, സച്ചിദാനന്ദന്റെ വേവലാതി, രാഷ്ട്രീയ വേവലാതി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ വേവലാതിയാണ്. ഇന്ത്യ ബ്ലോക്ക് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന, തൽക്കാലം ഇന്ത്യ ബ്ലോക്ക് എന്ന ഒരു വളരെ വളരെ അയഞ്ഞ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കുക എന്നുള്ള ഒരു സ്വപ്നത്തിന് സാഫല്യം ഉണ്ടാകണമെങ്കിൽ പോലും വേണ്ട യോജിപ്പ്, ഇത്തരത്തിലുള്ള ഒറ്റപ്പെടുത്തൽ. നമ്മൾ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ ഇതിനെ എതിർക്കുന്നത്? അദ്ദേഹം ഒരു RSSന്റെ ഒരു കേരളത്തിലെ ഒരു ദൗത്യം നിർവഹിക്കാൻ ഏറ്റെടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഏത് സഹായവും അവസാന വിശകലനത്തിൽ അത് RSSനെ സഹായിക്കും. അതുകൊണ്ടാണ്, അല്ലാതെ വെള്ളാപ്പള്ളിയോടുള്ള വിരോധമോ ഈഴവ സമുദായത്തോടോ SNDPയോടോ ഒരു ഇടതുപക്ഷത്തിന് എന്ത് വിരോധമാണുള്ളത്? SNDPയുടെ ചരിത്രപരമായ പങ്ക് കമ്മ്യൂണിസ്റ്റുകാർ അഭിമാനിക്കുന്ന പങ്കാണ്. അപ്പോൾ ഇത് തിരിച്ചറിയാതെ വെറും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വിജയത്തിന് വേണ്ടി മാത്രം അങ്ങനെ വിജയിക്കുന്നതിലും ഭേദം കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ഫാസിസ്റ്റ് വിരുദ്ധ മൂല്യങ്ങൾ മുന്നിൽ കൊണ്ടു നിർത്തിക്കൊണ്ട് കോൺഗ്രസിനോട് പരാജയപ്പെടലാണെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. കോൺഗ്രസിനേക്കാൾ CPM-നേക്കാൾ കോൺഗ്രസിനെ ഫാസിസ്റ്റ് വിരുദ്ധ കാര്യത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടല്ല. എന്റെ ദൗത്യം, അല്ലെങ്കിൽ സച്ചിമാഷ്ക്ക് ഞാൻ കാണുന്ന ദൗത്യം, ഈ ഇടതുപക്ഷത്തെക്കാൾ നല്ലൊരു ഇടതുപക്ഷത്തെ സൃഷ്ടിക്കുന്നതിന് അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ഉപയോഗിക്കണം. അതുകൊണ്ട് ഇതിന് എളുപ്പപ്പണിയായി എല്ലാ 5 വർഷവും പാർട്ടികളെ മാറ്റണമെന്ന് പറയുന്നത് അത് ജനാധിപത്യ വിരുദ്ധമാണ്. അങ്ങനെ ജനങ്ങൾക്ക് ഒരു സർക്കാരിനെ ഇഷ്ടപ്പെട്ടാൽ അവരതിനെ അനുകൂലിക്കുകയില്ലേ? നെഹ്റു സർക്കാരിനെ 1ാം മറ്റേ 2ാം, അപ്പൊ അത് നിങ്ങളുടെ ആഗ്രഹ ചിന്ത കൊണ്ട് നടത്താൻ കഴിയുമോ? അപ്പൊ CPM-ന്റെ സർക്കാരിനെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ബഹുജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ വോട്ട് ചെയ്ത് വീണ്ടും കൊണ്ടുവരും. അതിന്റെ പുറകില് ഇന്നത്തെ ഇടതുപക്ഷത്തിന് കറക്റ്റീവ് ഫോഴ്സസ് ഇല്ല എന്നുള്ളൊരു റിയലൈസേഷൻ അല്ലേ ഈ വ്യവലാതിക്ക് പുറകിൽ? ഉണ്ടോ? തീർച്ചയായിട്ടും ചെറിയ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ UDF-ന് പകരം കേരളത്തിൽ CPM-ന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് എതിരാളി NDA ആയിരുന്നെങ്കിൽ സച്ചിദാനന്ദൻ ഇത് പറയുമോ? ഇല്ല, പറയത്തില്ല. അതാണ് ഒരിക്കലും പറയില്ല. ഇത് കേരളത്തിൽ ഒരാൾ പോലും ചോദിക്കുന്നില്ലല്ലോ. CPM-ന് വേണ്ടി അദ്ദേഹത്തെ സച്ചിദാനന്ദനെ ആക്രമിക്കുന്ന അശോകൻ ചെരുവിൽ അല്ലെങ്കിൽ ആരെല്ലാമാണ്, എല്ലാവരും MB രാജേഷ്, തോമസ് ഐസക്,
അപ്പൊ അത് സച്ചിദാനന്ദന്റെ വലിപ്പം മനസ്സിലാക്കാൻ സഹായിക്കുകയാണ്. പഞ്ചപാണ്ഡവന്മാരിൽ എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ് സച്ചിദാനന്ദനെ തോൽപ്പിക്കാൻ. പക്ഷെ അവർ ലളിതമായ കാര്യം ചോദിക്കുന്നില്ല. ഇത് BJP ആയിരുന്നു കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം എന്നെങ്കിൽ എനിക്ക് ഉറപ്പു തരാം, സച്ചിദാനന്ദൻ ഈ സർക്കാർ മാറലാണ് ഇതിന് പരിഹാരം എന്ന് ഒരിക്കലും പറയുകയില്ല. ഇന്ത്യ ബ്ലോക്കിന്റെ രാഷ്ട്രീയത്തിന്റെ വക്താവാണ് സച്ചിദാനന്ദൻ. അതിന് കേരളത്തിൽ അല്ല, അത് തന്നെയാണ് കേരളം പഠിക്കേണ്ടതും. അതായത് താങ്കൾ പറഞ്ഞ ഇന്ത്യ ബ്ലോക്കിന്റെ രാഷ്ട്രീയമാണ് ഇന്ന് ഇന്ത്യയിൽ പ്രസക്തി ഉള്ളത്. അതാണ് കേരളത്തിന്റെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ആഗ്രഹിക്കുന്നത് എന്ന് രണ്ടു കൂട്ടരും മനസ്സിലാക്കട്ടെ എന്ന് നമ്മൾ ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും വരും.